വെൽക്കം ടു ഓൾ. ദിസ് ഇസ് മീ ആകർഷ് അശോക്. അപ്പം ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ ടിയാഗോയുടെ റിയർ ബമ്പർ ഇളക്കിയെടുക്കുന്നതാണ്. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാൻ ഹോം മെയ്ഡ് റാമ്പിൽ കയറ്റി നിരത്തിയിട്ടുണ്ട്. എനിക്ക് താഴ്ഭാഗമൊക്കെ എക്സസ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പം ഇതിലെവിടേക്കാണ് നെട്ട് ആൻഡ് ബോൾട്ട് സ്ക്രൂസ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. മെയിനായിട്ട് 4 നട്ട് വരുന്നുണ്ട്. ആ 4 നട്ട് വരുന്നത് ബട്ടർഫ്ലൈ ടൈപ്പ് ലോക്കാണ് വരുന്നത്. ബട്ടർഫ്ലൈ ടൈപ്പ് ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലങ്കി ഇട്ട് റിമൂവ് ആക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാർ സ്കൂട്ടർ ഇട്ട് റിമൂവ് ആക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലത്തെ ഒരു ലോക്കാണ് വരുന്നത്. ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു എലങ്കി വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എലങ്കി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുന്നിൽ ഇളക്കിയെടുത്തിട്ട് എലങ്കി വെച്ചിട്ടുള്ളതാണ്. അത് ചെറിയൊരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഇളകി വന്നോളും. പിന്നെ ഞാൻ ഗ്രീസ് ഇട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലായി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇളക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എലങ്കി വെച്ച് നോക്കാം. ത്രെഡ് കളയരുത്, മീൻസ് എന്ന് കാണിച്ചു തരാം എന്നാലും മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ 4 സ്റ്റാർ ടൈപ്പോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ടൈപ്പോ ആ ഒരു ടൈപ്പിലാണ്. സ്റ്റാർ ടൈപ്പാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. അപ്പോൾ സ്റ്റാർ ടൈപ്പ് നട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇളക്കിയെടുക്കാനായിട്ട് സ്റ്റാർ ടൈപ്പ് തന്നെ വേണം. എൻ്റെ കയ്യിൽ സ്റ്റാർ ടൈപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എലങ്കിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എലങ്കിയിൽ ചെറിയൊരു പിടുത്തം കിട്ടുമ്പോൾ ഇളകി വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം തുരുമ്പുണ്ട് കേട്ടോ, കാരണം ഞാനത് ഇളക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാവാം. റൂട്ടീൻ ചെക്കപ്പായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലുണ്ടോയെന്ന് അറിയാനായിട്ട് ഞാൻ ഇയർലി അറ്റോൺസ് അല്ലെങ്കിൽ 6 മന്ത് കൂടുമ്പോൾ ഞാൻ ഇളക്കി നോക്കാറുണ്ട്. കാരണം വണ്ടി ഡാറ്റയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ 4 നട്ടാണ് വരുന്നത്. ഓക്കെ, 1 2 3 4. ഇത് 4മാണ് മെയിനായിട്ട് നമുക്ക് ഇളക്കി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ സൈഡിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് ഇളക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഇവിടെ വരുന്നുണ്ട്. ഈ എൻഡിൽ, വീലാർസിൻ്റെ എൻഡിലായിട്ട് വരുന്നുണ്ട്. അത് ഫിക്സ് അയക്കുന്നത് നമ്മുടെ റിയൽ വീലാർസിൻ്റെ പ്ലാസ്റ്റിക് ക്ലാഡിങ്ങിലോട്ടാണ്. ചെളിയൊന്നും തെളിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്ന മഡ് ക്ലാഡിങ്ങിലോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പിൽ 2 സ്ക്രൂ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടും ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഇളക്കിയെടുക്കണം. അപ്പം ടോട്ടൽ ഒരു വശത്ത് 4 സ്ക്രൂ വെച്ചിട്ട് 2 വശത്തായിട്ട് 8 സ്ക്രൂ ഇളക്കിയാൽ മാത്രമേ ഈ ഒരു സൈഡ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബമ്പറിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ക്രൂ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 10ൻ്റെ ഒരു ലോക്ക് ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്, പിന്നെ അതേ ഇവിടെ ഒരു ബോൾട്ടും ഒരു സ്ക്രൂവും. ഓക്കെ, ഇത്രയും സാധനമാണ് ഇവിടെ അടിയിൽ വരുന്നത്. അപ്പം ഇത് ഇത്രയും നമ്മൾ ഇളക്കിയെടുക്കണം. ഇത് ബമ്പറിൻ്റെ താഴ്ഭാഗത്താണ് വരുന്നത്. അപ്പം 4 ബോൾട്ടും വരുന്നുണ്ട്. ഓക്കെ, 4 ബോൾട്ടും വരുന്നുണ്ട്. അതുപോലെ 2 സ്ക്രൂവും അടിഭാഗത്ത് വരുന്നുണ്ട്. ബമ്പർ റിമൂവ് ആക്കാനായിട്ട് എലങ്കി സെറ്റ് എടുത്തിട്ടുണ്ട്. 10ൻ്റെ റിംഗ് സ്പാനർ, 10-11ൻ്റെ റിംഗ് സ്പാനർ, അതുപോലെ തന്നെ 10-11ൻ്റെ ഒരു സാധാ സ്പാനർ, പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് റാച്ചറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റാച്ചറ്റ് സെറ്റും റിങ്ങും 3ഉം ഏതാണോ ആ സമയത്ത് എനിക്ക് സ്യൂട്ടായി തോന്നുന്നു അത് വെച്ച് ഞാൻ ഇളക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 10ൻ്റെ സ്പാനർ മാത്രമേ ഉള്ളൂ. 10ൻ്റെ സ്പാനർ വെച്ച് നിങ്ങൾക്ക് റിമൂവ് ആക്കാം. പിന്നെ ഈ ടൂൾ കിറ്റൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാർ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നില്ല, വീട്ടിൽ എവിടെയെങ്കിലും കെട്ടിയൊക്കെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിക്ക് ആ സ്പാനറിലോ അല്ലെങ്കിൽ ടൂൾ കിറ്റിലോ ഒക്കെ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് കണ്ടു, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് കുറച്ച് വർഷങ്ങളായി, ഷെഡിനകത്ത് കിടന്ന സാധനമാണ്. അപ്പം തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓയിലിൻ്റെ അംശം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തുരുമ്പെടുക്കില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ എലങ്കി സെറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് വരുന്നത് സ്റ്റാർ ടൈപ്പാണ്, എലങ്കി ടൈപ്പ് അല്ല. പിന്നെ ഞാൻ സ്ഥിരം ഇത് ചിലക്കി കൊണ്ട് ചെറിയ ഷേപ്പോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളേലും എലങ്കി സെറ്റാണുള്ളത്, സ്റ്റാർ സെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് ഈ ലോക്കിൻ്റെ ത്രെഡൊന്നും പോകാത്ത രീതി ഒന്ന് ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കറക്കി നോക്കുക. പൊട്ടി വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇളക്കി എടുക്കാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എലങ്കി മാറ്റിയിട്ട് സ്റ്റാർട്ടിങ് എടുക്കുക. കാരണം ഞാനിതൊന്ന് എൻ്റെ ഇല്ലാത്തത് കൊണ്ടന്ന് ലോക്ക്ഡൗൺ ടൈമിൽ ഷോപ്പൊക്കെ അടവായിരുന്നത് കൊണ്ട് സ്കൂട്ടർ എലങ്കി വെച്ച് ജസ്റ്റ് തട്ടിയൊക്കെ ലെവലാക്കി ഹാമർ ചെയ്തൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് ചെറിയൊരു ഷേപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എലങ്കി സെറ്റിനെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഐഡിയ ഉള്ളവർക്ക് ചെയ്യാം. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇത് കയറ്റി അടിച്ച് വെച്ച് ചുറ്റിട്ട് ഇങ്ങനെ ഹാമറിനൊക്കെ അടിച്ച് ചെയ്തിട്ട് ഈ സാധനത്തിൻ്റെ ത്രെഡൊക്കെ പോയി ഇളക്കാൻ പറ്റായിരുന്നു കഴിഞ്ഞാൽ എൻ്റെ തന്തയ്ക്കൊന്നും വിളിക്കരുത്. അപ്പം ജസ്റ്റ് ഇത് അകത്തേക്ക് വയ്ക്കുക, ചെറിയൊരു പ്രഷർ അപ്പ് ചെയ്യുക, കറക്കുക. ഓക്കെ, അതുപോലെ 4ഉം ഒന്ന് അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സ്ഥിരം ഇളക്കി ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് 4ഉം പെട്ടെന്ന് തന്നെ വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഇളക്കിയ സമയത്തൊക്കെ ഇത് ഇളക്കിയെടുക്കാൻ മാത്രം ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ അല്ലെങ്കിൽ ക്ലിയർ എന്നിരുന്നൊരു സമയങ്ങളുണ്ടാകും ലോക്ക്ഡൗൺ സമയത്തൊക്കെ. ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉരി പറക്കാൻ സമയം കിട്ടിയത്, താങ്ക്സ് ടു കൊറോണ. അപ്പോൾ നമുക്കിനി ഓരോ നട്ടായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയുന്നതിനകത്ത് നട്ടും ബോൾട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് ഏതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുക. ചില അവസരങ്ങളിൽ നട്ടും ബോൾട്ടും
കൺഫ്യൂഷനാണ്, എനിക്കും കാണും, അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ കാണും ഈ ചെറുക്കനത് എന്ത് തേങ്ങയാണ് പറയുന്നത് എന്നുള്ളത് വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് ഇളക്കിയെടുത്ത സാധനങ്ങളൊക്കെ സേഫായിട്ട് വണ്ടിയുടെ ബൂട്ടിൽ ഒരു പാത്രം അതിൽ വെച്ചിട്ട് അതിലോട്ടൊന്ന് വെക്കുക. ഓക്കെ, അങ്ങനെ ഒരു കുപ്പി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലിടാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അല്ല നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു. അപ്പം ഇളക്കെടുക്കുന്ന ഓരോ സാധനങ്ങളും ഒരു സ്ഥലത്ത് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ എന്തെങ്കിലും ഇട്ട് വെക്കുക എല്ലാ നട്ടും. ഇപ്പം ഇളക്കിയെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊന്നും ഇതൊക്കെ എവിടെയാണ് നട്ടും ബോൾട്ട് വരുന്നതെന്നൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്ത് വെക്കുക. ഫോട്ടോസ് എടുത്തതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക. തിരിച്ച് റീഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്ക്രൂ നട്ടും എവിടെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയാനായിട്ടാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ എല്ലാവരും വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉറപ്പായിട്ടും കാണും. ഓക്കെ, അതിങ്ങനെ അറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ബോൾട്ടും നമ്മൾ ഇളക്കെടുക്കുന്ന ഓരോ സ്ക്രൂസ് എല്ലാം ഇതിനകത്ത് തന്നെ ഇട്ട് സൂക്ഷിച്ച് സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവസാനം സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ തറയിലേക്ക് ഇടുന്ന സമയത്ത് സ്ക്രൂ ഒക്കെ എവിടെയെങ്കിലും പോയി മിസ്സാവുന്നുള്ള ആ ഒരു രീതി കുറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സൈഡിലത്തെ സ്ക്രൂ ഇളക്കിയെടുക്കാം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ വേണം, സ്ക്രൂ ഡ്രൈവർ വെച്ച് വേണം സ്ക്രൂ ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്ക്രൂ ഡ്രൈവറില്ല സ്പാനർ വെച്ച് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, അറിവുള്ളവർ പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് ഇനി ബമ്പറിൻ്റെ അടിയിലത്തെ 4 നട്ടോർ ബോൾട്ട് അത് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ 2 സ്ക്രൂ വരുന്നുണ്ട്, കാണിച്ചായിരുന്നു, അത് ഇളക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഇവിടുത്തെ സ്ക്രൂ ഇളക്കിയെടുക്കാം. സ്ക്രൂവും അതിൻ്റെ ത്രെഡെല്ലാം തുരുമ്പെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ സ്ക്രൂ ഇട്ടാണ് ടൈറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇളക്കിയെടുക്കേണ്ട അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് അടിച്ച് പൊളിച്ചെടുക്കേണ്ടി വരും. അത് റിസ്ക്കാണ്. നമുക്ക് ഗ്രീസ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഡീസലിൽ വാഷ് ഇട്ട് വേണം ഗ്രീസ് ഇട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യാനായിട്ട്. അത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ വീഡിയോയിൽ റിമൂവിങ് മാത്രമേ ഉള്ളൂ. റിമൂവ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്താണ് അവസ്ഥകളെ കാണിച്ചു തരാം. കാരണം നേരത്തെ ഞാൻ കുറച്ച് പണികൾ കിട്ടിയിട്ട് അത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു 1 വർഷം മുന്നേ. അപ്പോൾ വീണ്ടും 1 വർഷത്തിന് ശേഷമുള്ള നോക്കുവാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള 3 കൂടി ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബമ്പറിൻ്റെ സ്ക്രൂവും നട്ട്സും എല്ലാം ഇളക്കിയെടുത്ത് കഴിഞ്ഞു. ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിയർ ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഇളക്കിയെടുത്ത് മാറ്റണം. ഓക്കെ, ഇത് ഇളക്കിയെടുത്ത് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ നെയിം പ്ലേറ്റിൻ്റെ ലൈറ്റും, നെയിം പ്ലേറ്റ് അല്ലെങ്കിൽ നമ്പർ ബോർഡ് അങ്ങനെയും പറയും കേട്ടോ, നെയിം പ്ലേറ്റ് എന്നും പറയും. ഇത് ഇളക്കിയെടുക്കുക എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചു തരാമെന്നുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് രണ്ടും ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ ഫോഗ് ലാമ്പും റിയർ ഫോഗ് ലാമ്പും റിമൂവ് ആക്കണം. കാരണം കണക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് റിമൂവ് ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിച്ചിളക്കിയെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി പറഞ്ഞിങ്ങ് പോരും. അപ്പോൾ റിയർ ഫോഗ് ലാമ്പിൻ്റെ ഏരിയയിൽ കണക്ഷനിലൊക്കെ ഇട്ടു. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റും അകത്തോട്ടുള്ളൊക്കെയും കിട്ടും. ഓക്കെ, നമുക്കുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ നമ്മൾ എങ്ങനെയാണ് ഇറക്കിയത്, സൈഡ് ലോക്ക് കൊണ്ട് ഈ ഭാഗത്ത് ഇവിടെ നിന്നുള്ള ലോക്ക് നമുക്ക് പിടിക്കണം. അതിന് ചെയ്യേണ്ടത് ഇവിടെ പിടിക്കുക, അതിലോട്ട് പുള്ളി ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ലോക്ക് വിടും. എന്നിട്ട് പതുക്കെ അതുപോലെ തന്നെ ഈ സൈഡും.
അപ്പോൾ എന്തേ ഈ സൈഡിലത്തെ ലോക്ക് അത്രയും നമ്മൾ ഇളക്കിയെടുത്തു. ഇനി ഇപ്പുറ സൈഡിലത്തെ നമ്മൾ ഈ ഒരു സൈഡിലത്തെ ലോക്ക് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ലോക്ക് പിടിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ഈ സാധനം ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇരുന്നു. ഓക്കെ, ഇരുന്നു. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഒന്ന് നമ്മുടെ തൈ കൊണ്ട് അല്ലെങ്കിൽ കാല് കൊണ്ടൊന്ന് ബമ്പറിലോട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊന്ന് വലിക്കുക. ഓക്കെ, ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കൂടെ താഴ്പോകും. കാരണം കണക്ഷൻസ് എല്ലാം പിടിച്ചിരിക്കുന്നതുള്ളതുകൊണ്ട് നോക്കി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബമ്പർ ഇരിക്കത്തില്ല. എൻ്റെ ഇരിക്കും, കാരണം ഞാൻ ഈ മഫ്ലറിൻ്റെ ടിപ്പ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഷോട്ട് പോയി അതിൽ തട്ടിയിരിക്കും. ഓക്കെ, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറഞ്ഞു പോരും. പെയിൻ്റൊക്കെ ഉള്ള ബമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ സ്ക്രാച്ച് ആയി എന്ന് ചോദിച്ചാൽ ഇരട്ടിപ്പണി തിരിച്ചു കിട്ടും. നമുക്ക് നൈസിന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇളക്കിയെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് നമ്മുടെ എന്താണ് സെൻസർ പോയിട്ടുണ്ട്. ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് സെൻസറിൻ്റെ കപ്പർ കൂടി ഇളക്കിയെടുക്കേണ്ടി വരും. ഓക്കെ, കപ്പർ ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നത് നമുക്ക് ലൂസാക്കി എടുക്കണം. ഓക്കെ, ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ അങ്ങിരുന്നോളും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു. ഇതാണ് സെൻസറിൻ്റെ കപ്ലർ. ജസ്റ്റൊന്ന് പ്രസ് ചെയ്യുക, ലോക്കിളക്കുക. ഇത് ബമ്പർ ഈസി ആയിട്ട് ഇളക്കി മാറ്റി സ്ക്രാച്ച് ആവാത്തൊരു സ്ഥലത്ത് തൊട്ട് മാറ്റി പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിയർ ബമ്പർ ഇളക്കിയെടുത്ത് കഴിഞ്ഞാലുള്ള കാഴ്ച. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരൂല, കാരണം അത് ഞാൻ ഇളക്കിയിട്ടതാണ്. ഒരു പ്രാവശ്യം കീ വണ്ടിക്കകത്ത് വെച്ച് വണ്ടി ലോക്കായി പോയപ്പം ഒരു ഉടായ്പ വഴിയിലൂടെ ഇളക്കിയെടുത്തതാണ്. അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത്. ആർക്കെങ്കിലും പണി കിട്ടുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. പിന്നെ ഞാൻ ഈ ഇളക്കിയെടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് നോക്കാനായിട്ട് ഇളക്കിയെടുത്തത്. അപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ തുരുമ്പ് അവിടെ ഫുള്ള് പിരിഞ്ഞിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ലെവലാക്കി പുട്ടിയൊക്കെ ഇട്ടടിച്ച് ലെവലാക്കി എടുത്ത സ്ഥലമാണ്. വീണ്ടും തേഞ്ഞൊട്ടിയിട്ടുണ്ട് നൈസായിട്ട്. അതുപോലെ തന്നെ ചിലന്തിയിലേക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലന്തിയുടെ വാസകേന്ദ്രമായിരുന്നു തോന്നുന്നത്. ഇവിടെയൊക്കെ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുത്തി ഇളക്കണം. അപ്പോൾ ഇത് ഞാനൊരു ബ്രാൻഡിനെ കുറ്റപ്പെടുത്തി പറയുന്നതൊന്നുമല്ല. നമുക്ക് ഓരോരോ പണികൾ കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഇതൊന്നും നോക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇയർലി ടോൺസ് ഒക്കെ ഇളക്കിയെടുത്ത് ലൈഫ് ലോങ് വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളാണ് ചെയ്യാം. അതല്ല കുറച്ച് വർഷം കഴിഞ്ഞ് നിങ്ങൾ വണ്ടി കൊടുത്ത് വേറെ വണ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ ഈ വണ്ടി എനിക്ക് പറ്റുന്നിടത്തോളം കൊണ്ട് നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഒരല്പം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ വണ്ടിയോട്. സ്വന്തം പൈസ കൊടുത്തൊരു ആദ്യത്തെ വാഹനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കളയാനുള്ള മോഹം എന്തായാലും ഇപ്പം ഉടനെ മനസ്സിലില്ല. അപ്പം ഇങ്ങനെയുള്ള പണികൾ കിട്ടുന്ന സമയത്ത് നേരത്തെ തളർന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കാര്യമാക്കുന്നില്ല, കാരണം കണ്ടും മടുത്തു. ഇനി വരാത്തത് എവിടെയെന്നുള്ള സെർച്ചിങ്ങിലാണ് ഞാൻ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇയർലി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന എൻ്റെ വണ്ടിയുടെ അവസ്ഥ. അപ്പം നിങ്ങളുടെ വണ്ടിയുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ പലരും കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ ചോദിച്ചിരുന്നു ടിയാഗോ എടുക്കുന്നത് നല്ലതാണോ എന്നുള്ളത്. എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാനില്ല. കാരണം റിയർ ബമ്പറിൻ്റെ ഭാഗത്ത് വരുന്ന പണി മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിന് വരെയുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന നിസാൻ മാഗ്നറ്റിന് വരെയുണ്ട്. TMBHP അത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആർട്ടിക്കിൾ കാണാം ഇങ്ങനെ റെസ്റ്റ് ആയിട്ടുള്ളത്. മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ വിറ്റിട്ട് 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴോ ഓരോ വണ്ടി വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെപ്പറ്റി ഒന്നും ബോധേറാവണ്ട. ഓക്കെ, തുരുമ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു, തുരുമ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോവുക. അല്ലാതെ ഫുള്ള് വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കാണത്തില്ല. കട്ട് ചെയ്ത് ഈ പാർട്ട് മൊത്തം മാറേണ്ടി വരും. അപ്പം ഇതാണ് ബമ്പർ ഇളക്കിയപ്പോൾ ഉള്ള അവസ്ഥ. ഇങ്ങനെയാണ് ബമ്പർ ഇളക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും കുറ്റം പറയേണ്ടി വരും. അത് പിന്നെ എനിക്കത് കേസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനിത്
ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് ബമ്പർ റീഫിക്സിങ് ഉണ്ട്. ബമ്പർ റീഫിക്സിന് മുന്നേ എനിക്ക് ഇളക്കിയെടുത്ത സ്ക്രൂസൊക്കെ ഞാനിവിടെ ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഡീസൽ വാഷ് ചെയ്ത് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം തിരിച്ച് ഫിക്സ് ചെയ്യാനായിട്ട്. അതിന് മുന്നേ ഇതിൻ്റെ ഒരു റിപ്പയറിങ് കാര്യങ്ങളുണ്ട്. റിപ്പയറിങ് വീഡിയോ ഞാൻ ചെയ്തിടാം. കാരണം ഇപ്പം പാർട്ട് 2, പാർട്ട് 1, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ കുറേ റെസ്റ്റ് വീഡിയോസായി. കുറച്ച് പേർക്കെങ്കിലും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവരുടെ വണ്ടിക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടിക്കും അവർക്കും തന്നെയാണ് പൈസ ലാഭം. ഞാനിത് ചെയ്യുന്നതെല്ലാം സ്വന്തമായിട്ട് വീട്ടിലിട്ടാണ്. അതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പെൻസ് വരുന്നില്ല. ചെറിയ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. സൈനിങ് ഓഫ് ആകർഷ ഷോ. അപ്പോൾ ഇനി റെസ്റ്റ് പാർട്ട് 3യുടെ വീഡിയോ ആയിട്ട് ഉടനെ വരാം.